ഇട്ടോ, ഇങ്ങോട്ട് ഇടാ, പിടിക്കാം, ഇടടാ. ഓടാ അവിടുന്ന്. ഇതിനൊക്കെ വെയിറ്റ് എന്താ വെച്ചിട്ടാ, നമ്മളിപ്പോ കടച്ചക്കന്റെ വിളവെടുപ്പ് തുടങ്ങിയിട്ട് 1 മാസത്തിന് മുകളിലായി. അപ്പൊ അവസാനം വെച്ചാണ് കടച്ചക്ക നന്നായി കിട്ടുക. നന്നായി കിട്ടുക പറഞ്ഞാൽ ആദ്യമുള്ള മോശം എന്നല്ല, നല്ല മൂപ്പായത് കിട്ടുക. അത്യാവശ്യം നല്ല ടേസ്റ്റുമാണ് ലാസ്റ്റൊക്കെ വെച്ച കടച്ചക്ക, നല്ല വലുപ്പം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കടച്ചക്കയ്ക്ക് ഇപ്പൊ ഒരു പണി കിട്ടിയിട്ടുണ്ട്. എന്താ കാണിച്ചു തരവാ, ഇത് നോക്ക്. അതാ ഇനിയും പറിക്കുന്നുണ്ട്. അതൊക്കെ നല്ല കുഴപ്പമില്ലാത്ത കടച്ചക്കാണ്. അപ്പൊ എന്താ പണിന്ന് ആദ്യം കാണിച്ചു കൊടുക്കുക. ഇത് കണ്ടില്ല ഇങ്ങോട്ട് കുഞ്ഞോളെ, ഇതാ ഇതൊക്കെ ചീഞ്ഞതാ. ഇത് ഇവിടെ ഒന്ന് കാണാം, തൊട്ട് മുകളിൽ കണ്ടോ, ഇങ്ങനെ ഒരു ചീച്ചിൽ വന്നിട്ടുണ്ട്. നമ്മള് ഇതാ കണ്ടില്ലേ, ഇതൊന്നല്ല ഇഷ്ടം പോലെ കാണാനുണ്ട്. അപ്പൊ അത് അധികം ഒന്നും ഇങ്ങനെ നല്ല മൂത്തിട്ട് ചെയ്യുന്നതല്ല, പാകമായിട്ട് നമ്മൾ പറക്കിയിട്ട് ചെയ്യുന്നൊന്നല്ല. ഈ ഒരു ചീച്ചിൽ രോഗം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുകൊണ്ട് പരക്കും, എല്ലാത്തിലും എത്തും. മുകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് തെരഞ്ഞതാ. അങ്ങോട്ട് നോക്ക്, അതാ കമ്പ് കണ്ടോ, 2 എണ്ണം നിൽക്കുന്നതിൽ 2ഉം ചീഞ്ഞതാ. അപ്പൊ ഇതിനകത്ത് മുകളിൽ നിന്ന് പറിച്ചിടുന്നുണ്ട്. ആ കയ്യിലല്ലേ ഇട്ടോ. എന്റെ വെയിറ്റ് കടച്ചൊക്കെ നല്ല അടിയാ. നോക്കിതാ, അടിപൊളി. ബാക്കിൽ വലിക്കാൻ പറ്റിയില്ല, കറം കൂടെ തെറിച്ച്. കണ്ടില്ലേ, സൂപ്പർ കടച്ചക്ക. ഇതിനൊന്നും കേടില്ല കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങള് മാക്സിമം ഉള്ള കടച്ചക്ക, ഇതുപോലെയുള്ള നല്ല കടച്ചക്കൊക്കെ പറിക്കും. പിന്നെ ചീഞ്ഞതും കുറെ നമുക്ക് അതിന് ചാടിച്ചിടാനുണ്ട്. അതിൽ നിർത്തി കഴിയുമ്പോൾ മറ്റേലൊക്കെ ഇങ്ങനെ പരക്കുന്നുണ്ട്. അപ്പം പറ്റുന്ന കടച്ചക്കൾ ആ സൈഡിലൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ കടച്ചക്ക ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് പറിച്ചെടുക്കണം. ഇന്ന് വിളവെടുപ്പ് ഏകദേശം അവസാന വിളവെടുപ്പാണ്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മാത്രമേ നിർത്തുള്ളൂ. കുറച്ചൊക്കെ കൂടുതലായിട്ടുള്ള വിളവെടുപ്പ് ഇന്നത്തോടെ അവസാനിക്കും. നമ്മൾ കുറച്ചും കൂടെ നിർത്തിയാൽ നല്ലതാട്ടോ. എന്താ വെച്ചാൽ ഇപ്പൊ എല്ലായിടത്തും കടച്ചൊക്കെ കഴിഞ്ഞു തുടങ്ങി. നമുക്ക് സീസൺ കഴിയുമ്പോഴല്ലേ അതിന് ഡിമാൻഡ് വരുമ്പോഴല്ലേ ഒന്നുകൂടെ ഇതാവുക. പക്ഷെ അങ്ങനെ നിർത്താൻ കഴിയുന്നില്ല. ഞങ്ങൾ അങ്ങനെയൊക്കെ വെച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ തുടക്കത്തിലേ നമ്മൾ നല്ല പാകമായത് മാത്രം പറിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു സമയത്തും നമ്മളെ കടച്ചക്കയിലൊക്കെ ഇഷ്ടം പോലെ കടച്ചക്ക ഉണ്ട്. ഈ സൈഡിലൊക്കെ കണ്ടില്ലേ. നമ്മൾ മൂപ്പുള്ള മാത്രം സെലക്ട് ചെയ്ത് അങ്ങനെ പറിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ പറിക്കുമ്പോൾ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് നമ്മളെ കടച്ചക്കയ്ക്ക് നല്ല ഡിമാൻഡും ഉണ്ട്. ചില ആളുകളൊക്കെ 1 or 2 വിളവെടുപ്പോടെ കടച്ചൊക്കെ തീരും. മൂക്കാത്തൊക്കെ കൂടെ അടുപ്പിച്ച് പറിച്ച് ഒരു വൃത്തിയില്ലാതൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഒരു വട്ടം വാങ്ങിച്ചാൽ പിന്നെ ആളുകൾ അത് വാങ്ങിക്കില്ല. നമ്മൾക്ക് ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ ചോദിച്ചു വരുന്നത് ഇതുപോലെയുള്ള നോക്ക്, നല്ല വലുപ്പം ഉണ്ടാവും. ലാസ്റ്റ് വെച്ച് ഇതുപോലെ കടച്ചൊക്കെ കൊടുക്കുന്നുണ്ടാ. ഇങ്ങനെ നല്ല ലാസ്റ്റ് വെച്ച് ഇത്ര വലുപ്പം. ആദ്യം പറിക്കുന്നത് കുറച്ച് ചെറുതല്ലായിരുന്നോ. പക്ഷെ അങ്ങനെയൊക്കെ നിർത്താന്നൊക്കെ വിചാരിച്ച് സെറ്റാക്കി ഇനിയും ഒരു 2 ആഴ്ചയും കൂടെ, അതായത് ഒരു 1.5 മാസം വരെ നിർത്താന്ന് വിചാരിച്ചാൽ മൊത്തം വിളവെടുപ്പ് തുടങ്ങിയിട്ട്. അപ്പോഴത്തേക്കാണ് ഈ ചീച്ചില. ഇത് ചീച്ചില ഇവിടെ കണ്ടോ, ഇതൊന്ന് അതും കൂടി പിടിച്ച് നെക്കി കഴിഞ്ഞാൽ ഉള്ളിലോട്ട് ഫുള്ള് അലുത്ത് പോയിട്ടുണ്ടാവും. ഓറഞ്ചിന് വരുന്നുണ്ട് മഹാളി രോഗം എന്നൊക്കെ പറയും. നമ്മൾ അടയ്ക്കൊക്കെ വരുന്നവരെ ചീച്ചിൽ രോഗം. നമ്മൾ ഓറഞ്ച് കൃഷി വയനാട്ടിൽ ഇതിന്റെ ഇടയ്ക്കൊക്കെ നല്ല കാപ്പിക്കിടകളായിട്ട് ചെയ്തിരുന്നു. അതൊക്കെ പോയത് ഒന്ന് ഓറഞ്ചിന് മരവും പോയി, അതുപോലെ ഇതുപോലെ കായ്ക്ക് ചീച്ചിലും വന്നിട്ടാ. നല്ല മഴത്ത് കുഴപ്പമില്ല. മഴ പോയിട്ട് ഇപ്പൊ ഒരു വെയിൽ വന്നല്ലോ, അപ്പോഴാണ് ഈ രോഗം കൂടിയത്. പിന്നെ നമ്മള് പറിക്കാൻ വൈകിയതൊരു കാരണമായി. ഇപ്പൊ നമ്മൾ കറക്റ്റ് 1 വിട്ടും 2 ദിവസം കൂടുമ്പോഴൊക്കെ ആയിരുന്നു കടച്ചക്ക പറിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ചെറിയൊരു ഗ്യാപ്പ് വന്ന്, വേറെ ഒന്നും നമ്മൾ അവാർഡ് കിട്ടിയ തിരക്കിലായതുകൊണ്ട് നമ്മളെ വിളവെടുപ്പ് നിന്നുപോയി. അപ്പോഴത്തേക്കും കൂടുതലും ചീച്ചിൽ രോഗം വന്നിട്ട് അതുകൊണ്ട് എത്ര എണ്ണം ചീഞ്ഞാൽ ഇനി കുറെ കടച്ചക്ക നമ്മൾ കുറച്ചുകൂടെ പറിച്ചു പോകുമായിരുന്നു. അപ്പം ഇനി നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കിയുള്ളതോ ഇവിടെയൊക്കെ കുറച്ച് നല്ലതാ അല്ലേ, ഇതൊക്കെ പിടിച്ചു പോകും. ഇതിന്റെ മുകളിലുള്ള ആദ്യം തീർക്കട്ടോ. ആ ചീച്ചിലുള്ളത് എന്തായാലും കൊണ്ട് പറിച്ചിട്ടാളാ. കടച്ചക്ക മാത്രമേ നമുക്ക് അല്ല അങ്ങനെയുള്ളത് കുറെ ഉള്ള ചീച്ചിലുള്ള അതിൽ നിർത്തണ്ട, നമുക്കൊന്ന് ഒഴിവാക്കാം. പശുവിനൊക്കെ തീറ്റായിട്ട് കൊടുക്കാം അല്ലേ, അധികം ചീഞ്ഞതില്ലാത്തൊക്കെ. ഇതൊക്കെ നോക്ക്, ചെറുത് നല്ല മൂത്തോക്ക്, ഏറ്റവും ചെറിയ കടച്ചക്ക ഇപ്രാവശ്യത്തെ. നല്ല മണ്ണുണ്ട്. ഇപ്പൊ നല്ലൊരു മഴ പെയ്തു പോയതുകൊണ്ടേ വീഴുന്നതൊക്കെ ചെളി പിടിക്കുന്നുണ്ട്. നോക്ക്, നല്ല അറിയില്ല. ലാസ്റ്റ് വെച്ചാണ് കടച്ചക്ക ഇതുപോലെ ഒരു വളർച്ച പെട്ടെന്ന് വരില്ല. നോക്ക്, വലിയ കടച്ചക്ക. കുളത്തിന്റെ സൈഡിലുള്ളൊക്കെ നോക്ക്, നല്ല വലിയ ചക്ക നീന്തി പോകുന്നു. ഒക്കെ സെന്ററിൽ പോകുന്നുണ്ട്. നമുക്കൊരു വടി വെച്ച് തോണ്ടിയെടുക്കാം. നമ്മളെ നെറ്റിന് അവിടെയൊക്കെ നല്ല ഓട്ടം ഉള്ളതുകൊണ്ട് വീഴുന്നത് മൊത്തം കുളത്തിനുള്ളിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ കണ്ടോ കുറെ ചീഞ്ഞ് വീണ് കിടക്കുന്നത്, നെറ്റ് കണ്ടോ നിങ്ങളെ. അതാ ഒക്കെ ചീച്ചിൽ രോഗം വന്നിട്ട് ഇവിടെ വീട് അത് കറക്റ്റ് അവിടെ എത്തി. നമുക്ക് കടച്ചക്ക എത്ര ദിവസം തെരച്ചിൽ നടത്തേണ്ടി വന്നിട്ടില്ല. തെരച്ചിൽ പറഞ്ഞാല് നമ്മൾ നല്ലതും മോശമുള്ളതൊക്കെ തെരഞ്ഞു വെക്കുമല്ലോ, അങ്ങനെ പ്രശ്നം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ചീച്ചിൽ രോഗം വന്നുകൊണ്ട് ഇനി എല്ലാ ചക്കയും കറക്റ്റ് നോക്കണം. എന്താ വെച്ചാൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ ചീച്ചിൽ വന്നു കഴിഞ്ഞാൽ
കൊണ്ടുവന്നവർക്കത് കറക്റ്റ് ഉപയോഗിക്കാൻ പറ്റാതാവും. അപ്പൊ അത് ഇന്നത്തെ വിളവെടുപ്പിൽ അതും തിരയാണ്ട്. എവിടെയാണ് ഇതിന് ഏത് ഭാഗത്താ? ഈ സൈഡാ, മാറിക്കട്ടെ. ഇതിന് ഇലയുടെ മറുകൊണ്ട് കാണുന്നില്ല. അങ്ങനെ പറിച്ചിറങ്ങിക്കടാ, അത് നമുക്ക് നല്ല അതാ കറക്റ്റ്. എടാ താഴ്ഭാഗത്തല്ലേ ചീച്ചിൽ കൂടുതൽ കണ്ടോ? കണ്ടോ ആ സൈഡിലൊക്കെ ഉണ്ട്, കുളത്തിന്റെ സൈഡിലൊക്കെ ചീഞ്ഞ് വീഴുന്നൊക്കെ നമ്മൾ തിലോപ്പി ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ, കുളത്തിൽ വീണ്. അപ്പൊ നല്ല ചീച്ചിൽ വന്നതൊന്ന് കാണിച്ചു തരാം കേട്ടോ. മുകളിലല്ലേ നേരത്തെ കണ്ട്, ഇതൊക്കെ നമുക്ക് കൈയേറ്റ് താഴെ തന്നെ പറിക്കാൻ പറ്റിയതാ. നല്ലൊരു ചക്ക ഇങ്ങനെ ഉണ്ടാവും കണ്ടോ, കലിത്ത് പോയി ഇല്ലേ. ഇതാണ് ഈ രോഗം. ഇങ്ങനെ ചെറിയൊരു അടയാളം അവിടെ പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ മുഴുവനായിട്ട് ഉള്ളിലോട്ടൊക്കെ അലുത്തു. ഇതൊക്കെ നല്ല മൂപ്പായിട്ട് നല്ല വലിയ ചക്ക നെറ്റി കിടക്കുന്നുണ്ടല്ലേ ഇവിടെ. ഈ ഒരു കൂട്ടത്തിൽ മുഴുവൻ ചീഞ്ഞതാ. അതിന് കടച്ചക്കൻ്റെ ഇലയുണ്ട്, ഇഷ്ടംപോലെ ചീഞ്ഞ ചക്കയുണ്ട്. പിന്നെ ഇതിങ്ങനെ അലുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്, നമ്മൾ തിലോപ്പി അങ്ങനെ തീറ്റായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇല്ലല്ല, ഒരു ഏരിയ നോക്കിയിട്ട് പോവാം. ഇങ്ങനെ നെറ്റിൽ വീണാല് ഇങ്ങനെ ഉണ്ട് എടുക്കാം. സൂപ്പർ ചക്ക. ഈ ഒരു സമയത്ത് കൊണ്ടുപോകുന്നവർക്ക് എന്തായാലും നല്ല അടിപൊളി ചക്ക തന്നെ കിട്ടും. പക്ഷെ പെട്ടെന്ന് ഉപയോഗിക്കണം കേട്ടോ, ഇതൊന്നും എടുത്തു വെക്കാൻ പറ്റില്ല. മാക്സിമം മൂപ്പായിട്ടുണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ 1-2 ദിവസത്തിൽ വെച്ചിട്ടില്ലെങ്കിൽ പഴുത്തു പോകും. പിന്നെ ഒരു മധുരം വരും കറിയൊക്കെ വെച്ചാൽ. പക്ഷെ നമുക്ക് ഇതിന് ചിപ്സ് ഒക്കെ ഉണ്ടാക്കാൻ നല്ലതാ അല്ലേ, അരിഞ്ഞിട്ടിട്ട്. ഞങ്ങൾ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യണം, ചിപ്സ് ഉണ്ടാക്കണം. ഇനി കുറച്ച് നിർത്തായില്ല എന്തായാലും. അങ്ങനെയൊക്കെ വിചാരിച്ച് സെറ്റ് ആക്കിയതാണ്. പക്ഷെ എന്താ ചെയ്യാ, ഏത് സാധനം അധികം വരുന്നത് നമുക്ക് ഇങ്ങനത്തെ നല്ല മൂപ്പായനല്ല ചീച്ചിൽ വരുന്നത്, മൂപ്പായി വരുന്നതിനാ, അതായത് പാകായി വരുന്ന അങ്ങനത്തെ റേഞ്ച് ഉള്ളതിനാ. നല്ല മൂത്തതിന് ഒരു കുഴപ്പമില്ല. അയ്യോ വഴുക്കി, ചീറ്റ് നല്ല വഴുക്കല. ഇനി പെറുക്കി എടുക്കട്ടെ കേട്ടോ, അതൊരു പണിയാണ്. ഇപ്പം വീഡിയോ എടുത്തിട്ടാണ് എല്ലാ സൈഡിലും ഇതിനങ്ങനെ പറിച്ചിടുന്നുണ്ട്, നോക്കുന്നില്ല. ഒക്കെ പെറുക്കി കൂട്ടിയിട്ട് കാണിച്ചു തരാം. നമ്മൾ കടച്ചക്ക പറിക്കുമ്പോൾ കുറച്ച് വെയിലുണ്ടായിരുന്നു, ഇപ്പം മഴ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തെരഞ്ഞതിൽ നല്ല കടച്ചക്കകളാണ് കേട്ടോ. നമ്മൾ കഴുകിയെടുത്തതാണ്. ഇല്ല നല്ല വലുപ്പമുണ്ട് ഈ ഒരു സമയത്ത്. നല്ല കടച്ചക്ക ഇതുപോലെ ഉണ്ടാവും. നമുക്ക് അടിപൊളി ചക്ക. ഇവിടെ കണ്ട ഒരു കൊട്ടയിൽ ഇത് മുഴുവൻ നമ്മളിപ്പോൾ പറഞ്ഞ ചീച്ചിൽ രോഗം വന്നത്. അത് കണ്ടല്ലേ, കണ്ടാൽ നല്ല ചക്കയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ചീച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നവർക്ക് ഇതുപോലെയുള്ള ഡാമേജുകളൊക്കെ കിട്ടും. ഡാമേജ് അല്ല, ചീച്ചിലുള്ള കിട്ടുന്നത്. അതൊക്കെ ചീഞ്ഞതാണ്. നോക്ക്, നല്ല വലിയ ചക്കയൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. നമ്മൾ കടച്ചക്ക ആദ്യം പറിക്കുമ്പോൾ ഇങ്ങനെ ഒരു തെരഞ്ഞു മാറ്റം ഇല്ലായിരുന്നു കേട്ടോ, ഒക്കെ നല്ലതായിരുന്നു. ഇതല്ല, ഇനി കുറച്ചും കൂടെ പെറുക്കി എടുക്കാണ്ട് നല്ല അലുത്തതൊക്കെ അവിടെ ഇട്ടും. ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തു കൊടുക്കുന്നത്. അതൊക്കെ ഇനി പശുവിനൊക്കെ തീറ്റായിട്ട് കൊടുക്കുക. ഇത് കുറച്ച് അധികം ചെയ്യാത്തതാണ്. ഇതാണ് രോഗം, കണ്ടില്ലേ? ഇങ്ങനെ തുടങ്ങിയിട്ട് മൊത്തത്തിൽ എല്ലാ ഭാഗം ചെയ്തു. ആദ്യം ഇങ്ങനെ ഒരു റൗണ്ടിൽ കാണാം, അവിടെ പിടിച്ച് ഞെക്കിയാൽ തന്നെ കാണാം അതുപോലെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇനി നമുക്ക് പറിക്കാൻ കുറച്ചുകൂടെ ഉണ്ട്. 2 ദിവസം കഴിഞ്ഞ് നമ്മൾ ഓണച്ചന്ത തുടങ്ങാണ്. അപ്പൊ അവിടെ നമ്മൾ പച്ചക്കറിയും ചേനയും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇടും. അപ്പൊ അതിന് കൊടുക്കുന്ന കൂട്ടത്തിൽ കൃഷി ഓഫീസർ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കടച്ചക്കയും വെക്കണം. അപ്പൊ അതിനുള്ള കടച്ചക്കയും നിർത്തിയിട്ടുണ്ട്. കുറച്ച് നമ്മൾ ആവശ്യത്തിനുള്ളത് എന്തായാലും നമുക്ക് മുഴുവനായിട്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ചൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ എടുക്കാനായിട്ട് ഉള്ളത് കൂടെ നിർത്തുന്നുണ്ട്. ഇതിനെ കൊണ്ടുവരുന്നുണ്ടോ? പറിച്ചു കഴിഞ്ഞോ? അങ്ങോട്ട് വരാം. അപ്പം കുറച്ചുകൂടെ പറിക്കാൻ ഇതിന് എനിക്കൊക്കെ മഴ വരുന്നുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതാണ് അവസ്ഥ. അപ്പൊ കടച്ചൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഇതുപോലെ ചീച്ചിൽ രോഗം വന്നാലും നല്ല 8ന്റെ പണി കിട്ടും.